ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ 7ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ ചാപ്റ്റേഴ്സ് റിവിഷൻ നോക്കാം. ഖുദ് സെ പ്യാർ എന്ന കവിതയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഖുദ് സെ പ്യാർ കിസ്കി രചന ഹെ? ശോഭനാഥ് യാദവ്. സൂരജ് ഇസ് ദുനിയ കോ ക്യാ ദേ സകെ? സൂര്യന് ഈ ലോകത്ത് എന്ത് നൽകാൻ കഴിയും? അപ്നി ഊർജ. ഇവിടെ ആകെന്ന് ഉദ്ദേശിക്കുന്നത് ഊർജയാണ്. दुनिया शब्द का अर्थ क्या है? जग, जगत, संसार. दरकत इस शब्द का अर्थ क्या है? पेड़. दरकत इस दुनिया को क्या दे सके? अपना फूल. बादल इस दुनिया को क्या दे सके? अपना जल. हम इस दुनिया को क्या दे सकते हैं? अपना प्यार. जोड़े और वाक्य लिखे. सूरज दुनिया को ऊर्जा देता है, पेड़ दुनिया को फूल देता है, बादल दुनिया को पानी देता है. आशय पढ़े और पंक्तियाँ ढूंढे. कवि चाहता है सूरज अपनी ऊर्जा से प्यार करे और संसार को ऊर्जा प्रदान करे. मेघ अपने पानी से प्यार करे और प्रकृति की प्यास बुझाए. ഈ ആശയം വരുന്ന വരികൾ കവിതയിൽ കണ്ടെത്തി എഴുതുക. सूरज अपने आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. सेकंड चैप्टर നോക്കാം. साफ सफाई में अव्वल गाँव. ये किसकी रचना है? गालिब कलीम. गालिब कलीमिൻ്റെ രചനയാണ് साफ सफाई में अव्वल गाँव. एशिया का सबसे साफ सुथरा गाँव कौन सा है? मावलिनोंग गाँव. ये कहाँ स्थित है? मेघालय में. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം മേഘാലയയിലെ മാവലിനോങ് ഗാവാണ്. इस गाँव की सबसे बड़ी खासियत क्या है? यहाँ की सारी साफ सफाई गाँव वाले खुद ही करते हैं. ഇവിടുത്തെ ഗ്രാമവാസികൾ തന്നെയാണ് അവരുടെ ഗ്രാമം വൃത്തിയാക്കുന്നത്. അതുതന്നെയാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത. ഇസ് गाँव में कौन सी चीज़ प्रतिबंधित है? പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ആണ് ഈ ഗ്രാമത്തിൽ നിരോധിച്ചിരിക്കുന്നത്. മാവലിനോങ് गाँव में डस्टबिन किससे बने हैं? बाँस से बने हैं. बाँस എന്ന് വെച്ചാൽ മുള കൊണ്ടുണ്ടാക്കിയതാണ് ഇവിടുത്തെ ഡസ്റ്റ്ബിൻ. हम के लोग अपने घर से निकलने वाले कूड़े कचरे को कहाँ जमा करते हैं? डस्टबिन में. 130 साल के पहले इस गाँव को कौन सी बीमारी ने बुरी तरह से जकड़ लिया था? हाइजे की बीमारी. मान ली मावलिनोंग गाँव में पर्यटक आते हैं, वहाँ हम सूचना पढ़े वह कैसा होगा? മാവലിനോങ് ഗ്രാമത്തിൽ വരുന്ന ടൂറിസ്റ്റുകാർക്ക് വേണ്ടി ഒരു നോട്ടീസ് ബോർഡ് തയ്യാറാക്കാനാണ് സൂചന പട്. മാവലിനോങ് ഏഷ്യ കാ സബ്സെ സാഫ് സുഥരാ ഗാവ്. ധ്യാൻ ദേ. യഹാം പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹെ. പ്ലാസ്റ്റിക് का उपयोग मत करो എന്നും എഴുതാം. കൂടാ കച്ചറ ഡസ്റ്റ്ബിൻ में डालो. സ്വച്ഛത पर ध्यान रखे. सबका स्वागत. പരിസ്ഥിതി സംരക്ഷണമായി ഒരു സന്ദേശവാക്യം എഴുതാനാണ് പ്രകൃതി സെ പ്യാർ കരോ, पेड़ न काटो, स्वच्छता पर ध्यान रखो. इस गाँव के लोग कूड़े कचरे को जमा करके किस तरह इस्तेमाल करते हैं? ഈ ഗ്രാമത്തിലെ ആളുകൾ ചപ്പും ചവറുകളും ശേഖരിച്ച് അവർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? गाँव के लोग कूड़े कचरे को इकट्ठा करके खेती के लिए खाद की तरह इस्तेमाल करते हैं. ഗ്രാമത്തിലെ ഗ്രാമവാസികൾ ചപ്പും ചവറുകളും ശേഖരിച്ച് കൃഷിക്ക് വേണ്ടി വളമായി ഉപയോഗിക്കുന്നു. ഖുദ് സെ പ്യാർ, സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കി. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷനും പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. എല്ലാവരും ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.